കടച്ചേട്ടാ 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കടച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ. പിന്നെ മുട്ട താറാവന്നെ വേണേ, കോഴി വേണ്ട, അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. 2 രാധാ സോപ്പേ. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19.95. ഇതെന്താ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ? ചേട്ടൻ എന്താ ബാറ്റ കമ്പനി റിട്ടയർഡ് ചെയ്ത് വന്നാ? അല്ല, കരോണായിന്നാ. ചുമ്മാതല്ല, വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ, ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. എവിടെ നോക്കട്ടെ. നനവില്ലാത്ത കാരണം വെള്ളം കുറവാ. കണ്ട, ഇത് ഞാൻ രാവിലെ ഒരു ബാർബർ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ, ക്ലീൻ ഷേവാ. എത്ര രൂപ വേണം? അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില. 5 രൂപയോ? ചേട്ടാ ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടം ഇല്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ട, ആ ചന്ദ്രത്തിന്റെ എന്താ വില? അത് 4.50. 2.5 വീട്ടിൽ കത്തിച്ചേ കേട്ടാ. ചാണ്ടി വണ്ടി കയറി സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പുതിയ SI എന്നെ ഒന്ന് കാണണമെന്ന്. പുതിയ SI ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു. പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേഗം വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചെടുക്കാരും പൊക്കണെന്നാണ് ഓർഡർ. സീരിയസ് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് പോയ റെസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തേച്ച് വേഗം വാ. ശരി ഞാൻ പോയിരാ. സാറേ വേണ്ടില്ലായിരുന്നു. വിരവിഴിങ്ങിയ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞ് എവിടെ വെച്ചിരുന്നു ഈ തസ്കരനെ? അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. ഇങ്ങോട്ട് എണീക്കാൻ. നേരെ ഇരുട്ടിയോ? ഇവിടെ കയറണമെന്നാ പറഞ്ഞിരുന്നേ. ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇന്ന് കയറ്റ നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അതല്ലെന്ന്, പോലീസുകാരൻ പീരി മുഹമ്മദ് വന്ന് നിപ്പുണ്ട്. എന്താ അവനെ പിരിച്ചു വിട്ടോ? ഇവിടെ പണിയൊന്നുമില്ലെന്ന് പറയണേ. നല്ല മനുഷ്യ, നിങ്ങളെ തപ്പാൻ അയാൾ വന്ന് നിൽക്കുന്നതെന്ന്. എന്നെ തപ്പാനോ? ഇങ്ങോട്ട് പറയില്ലേ, നീ ഇവിടെ തന്നെ നിന്നോ, കണ്ടാ നിന്റെ തപ്പും പോലീസുകാർ. എന്റെ ഇത്തിക്കരപ്പാക്കി അമ്മാവാ, ഒരു കാരണവരെ എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചേരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ നമുക്കൊക്കെ ഇത് തരുവാ? നമുക്കേ തരൂ, ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് ആ വക്കീലിന് മുമ്പിൽ ചെന്ന് പെടണ്ട. നമ്മുടെ ആര്യമ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ, ലുട്ടാപ്പി മോനെ. അവൻ പുട്ട് തട്ടുവാ. അത് അച്ഛൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും മക്കളെ. അയ്യോ മോനെ, സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടൂ. മോൻ അച്ഛനെ പോലെ തൊഴിലി കേമനായാൽ ഈ വയറ് നിറച്ച് തിന്ന. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇത് തിന്നിട്ട് പോരെ, മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. അമ്മച്ചി വരുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഞാൻ ഒരു കുറ്റിപ്പുട്ടും കൂടെ തിന്നട്ടെ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചി ഇനി പ്രത്യേകം നോക്കണേ. അമ്മച്ചി നോക്കാൻ വലിയ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു, നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ? എന്റെ പൊന്ന് തങ്കി, റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ. താമസിച്ചെന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോവും. എന്തിനാ മനുഷ്യ ഇതെല്ലാം വാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് ചെല്ലും എന്തായാലും അവന്മാര് കഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ, ഇതാ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതൊന്ന് വേഗം ചെല്ലു മനുഷ്യ. അയ്യോ പിന്നെ നിക്ക്,
ചത്ത് തലയ്ക്ക് മേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ തീവ്ര കള്ളന്മാരുടെയും അസ്ഥിത്തറയിലൊന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്. എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പള്ളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് നോക്കാൻ ഡീപ്പായിട്ട് പോകേ. കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. ഹലോ, ചെക്കിംഗ്. സഹൃദയരെ, ചാത്രാടൻ തിയേറ്റേഴ്സിന്റെ 49ാമത് കലോപഹാരം ഉറങ്ങുന്ന കടുവ. നാടകരചന ചാത്തനാടൻ, ഗാനങ്ങൾ ചാത്രാടനാശാൻ, സംഗീതം മിസ്റ്റർ ചാത്തനാടൻ, രംഗപടം ചാത്തു, നാടക സംവിധാനം നാടക തിലകം ചാത്തനാടൻ. ആദ്യത്തെ ബെല്ല് കേൾക്കുമ്പോൾ എല്ലാവരും ഹാളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ബെല്ല് കേൾക്കുമ്പോൾ രാവിലെ തുടങ്ങിയോ? വെറുതെ അയൽവക്കക്കാരെ കൊണ്ട് അതും ഇതും പറയിക്കുന്ന എന്തിനാ? അവര് പറയട്ടടി, എനിക്ക് പുല്ല, വെറും തൃണമുൽ. ഏടി അന്തസ്സായിട്ട് 10-25 കൊല്ലം സ്റ്റേജിൽ വരച്ചിട്ടുള്ളവനാണ് ഞാൻ, ഈ ചാത്തനാടൻ. ഇപ്പൊ പണ്ടത്തെ പോലെ വയ്യ, അതുകൊണ്ട് അഭിനയം നിർത്തി. വല്ല് കൊഴിച്ചെന്ന് കരുതി കടുവ പൂച്ചയാവോടി. വീട്ടിലിരുന്ന് ഇങ്ങനെ നാടകം വിളിച്ചു പോയി അച്ഛന് വട്ടാണെന്ന് ആൾക്കാർ ധരിക്കും. അവർ ചുമ്മാ ധരിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. മോളെ, വേലക്കാരനായും പട്ടാളക്കാരനായും പോലീസുകാരനായും അഡ്വക്കേറ്റായും ഈ ചാത്തടം വിലച്ചു പോലെ ആര് വിലച്ചിട്ടുണ്ടീ? അതിന്റെ ഓർമ്മകൾ അച്ഛൻ അയവർക്കാട് പോലെ അരക്കി വിട്ടാലും അച്ഛൻ അഭിനയിക്കാതിരിക്കാൻ കഴിയില്ല പോലെ, കഴിയില്ല. ചെക്ക് ചെയ്യണ്ട, ആ മൈക്ക് കേടാ. വിശാശിപടി ഉണ്ടായിരുന്നു. കാശുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് നടക്കൂ? നാണമില്ലല്ലോടാ, അധ്വാനിച്ച് 10 കാശുണ്ടാക്കി അച്ഛന് തരേണ്ട മകൻ. നീ നിന്റെ ചേട്ടനെ കണ്ടുപഠിക്ക. എന്റെ കൊച്ചി രാപകളില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ടാ ഈ കുടുംബത്തിലെ ചെലവുകൾ കഴിച്ചു പോകുന്നത്. മോനെ ദിവാകരാ, ഡ്യൂട്ടിക്ക് പോയേച്ചാ. ഇവിടുന്ന് വേണം, അതിവിടെ ഇല്ല. റോസ്പൊലിപ്പ് സ്റ്റോക്ക് ഉണ്ട്. നിറോസിൻ അതുണ്ട്. സോർബിട്രേറ്റ് ഉണ്ട്. ബാക്ടീരിയം ഡിഎസ് അതുണ്ട്. എറിത്രോസിൻ അതുണ്ട്. ആംപിലോൺ ന്യൂറോട്രിക് ഇതൊക്കെ ഇവിടെ ഉണ്ട്. എങ്കിൽ എല്ലാം ഈ 2 വീതം എടുത്തോളൂ. എന്താ ഇല്ലേ? ഇല്ല. പിന്നെ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഒരു ദിവസം സാറിനെ പോലെ 10-15 പേരെ ഇവിടെ കയറി ഇറങ്ങുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം കമ്പനികളുണ്ട്, അവരുടെ മരുന്നേ ഞങ്ങൾ എടുക്കും. അപ്പൊ മറ്റുള്ളവരെ ഒഴിവാക്കാനാണല്ലേ ഈ മരുന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്? അതെ, സാറിന് മെഡിക്കൽ റിപ്പല്ലേ? എന്താ സർട്ടിഫിക്കറ്റ് കാണിക്കണോ? വേണ്ട, കുറെ മരുന്നുകൾ ഇവിടെ ഒന്ന് ആവശ്യപ്പെട്ടതേ ഞങ്ങളെ പരീക്ഷിക്കാനുള്ള അടവല്ലേ. എന്നാര് പറഞ്ഞു? കമ്പനിയിൽ അയച്ച സാമ്പിൾസ് തീർന്നു, അതെന്റെ സ്വന്തം ചെലവിൽ വാങ്ങിച്ച് ഞാൻ ഡോക്ടേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം. അത്രമാത്രം സിൻസിയർ ആണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നുണ്ടല്ലോ, മെഡിക്കൽ കൗൺസിലിൽ കംപ്ലൈന്റ് ചെയ്ത് നിങ്ങളെ മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തോളാം ഞാൻ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞത്? ജോസഫ്. അതുകൊണ്ട് മോനെ മോർണിംഗ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട എല്ലാവർക്കും ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിയെ കണ്ട മട്ട. എനിക്ക് ആരുടെയും ഊഴം തെറ്റിക്കണ്ടേ? എല്ലാരും കണ്ടതിന് ശേഷം കണ്ടാ മതി. അല്ല, സാറിനെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. യുവർ ഗുഡ് നെയിം പ്ലീസ്? തോമസ് കോരള. ഓ, XMLA. താൻ നല്ല പരിചയം. സാറിന്റെ പ്രസംഗങ്ങൾ ഞാൻ ധാരാളം. എന്റെ സാറുമാരെ അല്പം രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആ നേഴ്സന്മാരെല്ലാം കൂടെ കൈയുടെ അറ്റം കുത്തിക്കീറി കളഞ്ഞു. എന്തൊരു വേദന, സഹിക്കാൻ വയ്യേ. അയ്യോ, എനിക്ക് വയ്യ, ഞാൻ പോവാ. സാറിന് രക്തം പരിശോധിക്കണം? അല്ല, എനിക്ക് മൂത്ര പരിശോധിക്കേണ്ടത്. സാറിന് അസുഖം? ഓ, അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ പേരിന് എന്തെങ്കിലും അസുഖം ഇല്ലെങ്കിൽ മനുഷ്യനാവും. അപ്പൊ അതാണ് അസുഖം. പിന്നെ ഒരു പൊളിറ്റീഷ്യന് അത്യാവശ്യം വേണ്ട BP, കൊളസ്ട്രോള്, പ്രമേഹം, അങ്ങനെ തുടങ്ങി പല. ഈ പ്രമേഹത്തിന് ഉലുവ ഉത്തമ ഔഷധമാണെന്ന് നമ്മുടെ ഒരു നേതാവ് ഉദ്ഘോഷിക്കുന്നതിനെ പറ്റി സാറിന് എന്താണ് അഭിപ്രായം? അച്ചടക്ക ലംഘനമാകുമോ എന്ന് പേടിച്ച് നിയമസഭയിൽ ഞങ്ങൾ അത് ഖണ്ഡിച്ചില്ല. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ എല്ലാ ഔഷധങ്ങളല്ലേ. മൂത്രത്തിൽ വരെ അത് കണ്ടെത്തിയില്ലേ മറ്റൊരു നേതാവ്? പിന്നെ കറക്റ്റ്. മൂത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു പ്രധാന സംഗതി ഓർമ്മ വന്നത്. എന്താ സാറിന് മൂത്രശങ്ക തോന്നുന്നു? അതല്ല, അതൊരു 23 മണിക്കൂറെങ്കിലും പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റും. ഇതല്ല, ഇപ്പോ കേരളത്തിലെ 90% ആൾക്കാരുടെ മൂത്രത്തിലും പഞ്ചസാര ഉണ്ടല്ലോ. ഇത് പഞ്ചസാരയായിട്ടും മൂത്രം മിനറൽ വാട്ടർ ആയിട്ടും വേർതിരിക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭത്തിന് രൂപം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ പാർട്ടി. അത് നല്ലതാ. കാരണം തന്നെ നിയമസഭയിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാവും. വെരി ഗുഡ്. വേണമെങ്കിൽ മൂത്രത്തിലെ കല്ലുകൊണ്ട് തന്നെ ഈ ഫാക്ടറിക്ക് തറക്കല്ലിടുകയും ചെയ്യാം. കറക്റ്റ്. നാളെ രാജധാനിയിൽ ഞങ്ങളുടെ നേതാവെത്തും. അപ്പോൾ ഈ പ്രോജക്ട് നമ്മൾ അവതരിപ്പിക്കും. 24. അപ്പോ പിന്നെ കാണാം.
നാളെ വലിയ നേതാവ് വരുന്നുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കോള് തടയാതിരിക്കില്ല. ആ നമ്മുടെ നേതാവെത്തി. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററെ കണ്ട റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മിനിസ്റ്ററെ ശരിയാക്കാന്ന് പറഞ്ഞു വന്നേ. ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഇതല്ലേ നേതാവിന്റെ വണ്ടി? അതെ. തുറക്ക് ഈ പെട്ടി അകത്തോട്ട് വെക്കണം. പിടിച്ചോ. തരട്ടെ. ഇത് വെക്കുന്നില്ലേ? ഇത് നേതാവ് കയ്യിൽ തന്നെ വെച്ചോളാന്നാ പറഞ്ഞത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഖദർ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാതെ നമുക്ക് വിശ്രമമില്ല. ആ പെട്ടിയൊക്കെ എടുത്ത് വെച്ചോളൂ. വെച്ചു സാർ. ആ പൗഡർ എന്തി? സാറിന്റെ ബ്രീഫ് കേസ് അങ്ങോട്ട് വന്നു. താനൊന്ന് പോയി നോക്കിയേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിന്ന് പറ. എന്താ അകത്തേക്ക് ചെല്ലു, എല്ലാ മംഗളമാവും.